എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ല പറഞ്ഞത്. വലാ തഖറബുസ്സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യപുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത്, പിഴച്ചവനെ അത് വ്യഭിചാരമാണ്, അത് പാപമാണ്, പാപമാണ്. പെണ്ണേ, നീ സലാം പോലും പറയാൻ പാടില്ല. ഒരു അന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എവിടെന്ന് പറയുമ്പോ നാടും പെണ്ണും എവിടെയാണോ? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ, ചേർന്നിരുന്ന് സെൽഫി എടുക്കുന്ന കാലമാ. പടച്ചവനെ, ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനമാണ്. റബ്ബേ, പ്രണയിക്കുന്ന ഒരു ദിവസം ആഘോഷിച്ച ഒരുപാട് പേരുണ്ടല്ലോ. ഇന്ന് പ്രണയ ദിനമായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രണയ ദിനം, പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം. ഒരു വർഷത്തിൽ 365 ദിവസം കണ്ടുണ്ടെന്ന ഒരു ദിവസം പ്രണയിക്കാനും ബാക്കിയുള്ള ദിവസമൊക്കെ തല്ലാനും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ദിവസം ഇന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. പെണ്ണുമ്പിള്ളയ്ക്ക് മേടിച്ചു കൊടുത്ത ഭർത്താവുണ്ട്, പെണ്ണുമ്പിള്ളയ്ക്ക് വരെ മേടിച്ചു കൊടുത്തു. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. ആലോചിച്ച് നോക്കണം. ഇന്ന് പിന്നെ എങ്ങനെ പണ്ടത്തെ പെണ്ണുങ്ങൾ, ഈ അടുത്ത് ഞാൻ കേട്ടത്, ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. ഇന്നത്തെ പുതിയ ട്രെൻഡാ, പെണ്ണുങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത്. പണ്ടത്തെ പെണ്ണുങ്ങൾ, നിങ്ങൾ കുട്ടികളുടെ ഉപ്പ, ഇപ്പൊ ഇങ്ങെടുക്കടാ, ഇങ്ങോട്ട് ഭർത്താവിനെ വിളിക്കുക, ഇങ്ങെടുക്കാൻ. അല്ലാഹു അലം, കാലം പോയ പോക്ക്. ഈ ഞാൻ പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ഇതവസ്ഥ. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ വാടാ പോടാ ബന്ധമായി പോയി. ചുമ്മാതല്ല ആമിന, ഓൻ എടാ വാടാ ആയി പോയത്. എടാ വാടാ എന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളെന്ന്. ഇതൊക്കെ പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ ഉസ്താദ്, നിങ്ങൾക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ഒന്നും നടന്നാൽ പോലെ, പുറത്തേക്കൊന്ന് ഇറങ്ങി. നിങ്ങളൊക്കെ ആ ജുബയും തുപ്പിയൊക്കെ ഒന്ന് ഊരിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി ജീൻസും പാൻറ്റും ഇട്ടിട്ട് നടക്കാം. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചോ. നീ ഗിഫ്റ്റ് കൊടുക്കുകയോ അവൻ്റെ തലയിൽ കയറിയിരിക്കോ? കല്യാണത്തിനൊക്കെ പോകണം. ഇപ്പം ഫർദയും ഹിജാബൊക്കെ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കോലം കാണാൻ കല്യാണ വീട്ടിൽ പോകണം. സുബ്ഹാനല്ലാഹ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പ്രായം ചെന്ന തള്ളയുടെ ഡാൻസ്. ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉമ്മയുടെ ഡാൻസും യൂട്യൂബിൽ. കുറേ നാൾ മുമ്പ് ചാമ്പിക്കോ പറഞ്ഞുകൊണ്ട് കുറേ നാൾ നടന്നു. ചാമ്പിക്കോ എന്നാ പറഞ്ഞു. അപ്പം എല്ലാം ഇങ്ങനെ നടന്നു. എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിക്ക്. ഈ രാജ്യം അങ്ങനെ, ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്ക്, കൊടുക്ക്, എന്ത് വേണമെങ്കിലും. കല്യാണം കഴിഞ്ഞിട്ട് സ്വമേധയാ കൊടുത്ത കേസില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതവസ്ഥ എന്നറിയ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ദുനിയാവ് അങ്ങനെ. അല്ലാഹു എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുക. എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ്. ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല. ഇത് ആസ്വദിക്കാനുള്ളതാ, ഇതടിച്ചു പൊളിക്കാനുള്ളതാ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ മാറൂല. പെങ്ങളെ, മാറണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ നന്നാകൂ, ഇല്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നടക്കൂ. ചെറുപ്പക്കാരാ, എത്ര പറഞ്ഞിട്ടും നന്നാകാത്ത യുവത്വമേ, എടാ, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഇന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണെ, പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോള്. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ
ശുദ്ധമാകുമല്ലോ. ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ, ഒരൊറ്റ നിമിഷം മതിയടാ. സിറിയയിലും ഒക്കെ കണ്ട്, തുർക്കിയിലും സിറിയയിലൊക്കെ കണ്ടോ പടച്ചവനെ, എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട് ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ. അമ്പല ചുംബരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ മോഹമായിരുന്നടോ. ഇന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു. തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടുവില് ഒരു ചെറിയ ഡെസ്കിന്റെ ഡെസ്കിന്റെ മുകളില് പടച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ കണ്ടപ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ ഒരൊറ്റ നിമിഷം ആ ഭൂമി ഒന്ന് ചലിച്ചപ്പോ 30,000 പേരിൽ പുറത്തവിടുന്ന് മണ്ണിനടിയിലേക്ക് പോയില്ലേ. ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുമ്പോ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവം? മരിച്ച നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ പാവങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ, നീ ദയ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, മക്കളെ, ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരായത്ത് പറഞ്ഞു തരാ. എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെറുപ്പക്കാരാ, വാപ്പാ, പടച്ചവനെ ആർഭാട വിവാഹങ്ങള്, റബ്ബേ വലിയ മലയാളിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ. പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അല്ലാഹു പറയുകയാ, പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും പെങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്റെ കൂടെ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി, നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? അല്ലാഹു പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ? നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമാണ് ചെറുപ്പക്കാരാ, നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാ. റബ്ബേ, കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാണേ കണ്ണീരുകൾ. കരഞ്ഞിട്ടു നീരു വറ്റിയാലോ പിന്നെ
ഒഴുകുന്നതാണേ രക്തമെന്റെ പൊന്നേ. അല്ലാഹുവേ, ഭയാനകമായ ശിക്ഷ കരഞ്ഞ് 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 തോടുപോലെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ നിനക്കുള്ളത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തൊലി ഇളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയേ അത് മുഴുവനും ഒഴുകുന്നതാ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവർ, അതിനെ നിസ്സാരമാക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ നിന്ദിക്കുന്നവർ, അവർക്ക് വേണ്ടി അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമത്തെ ശിക്ഷ, ഒന്ന്, അവൻ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നടന്നു നീയൊക്കെ, നിനക്കൊക്കെ തോന്നുന്ന പോലെ നടന്നോ, പക്ഷേ എവിടെ പോകാനാ നീയൊക്കെ? എൻ്റെ മുമ്പിൽ തന്നെ വരും. ശരിയാ, എന്തു പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കും, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കും. എവിടെ പോകാനാ മോളെ? ഉമ്മ പോയ സ്ഥലത്തേക്ക് നീയും പോകും, വാപ്പ പോയ സ്ഥലത്തേക്ക് നീയും പോകും, നിന്നെയൊക്കെ റബ്ബ് കൊണ്ടുപോകും. അല്ലാഹ് പറയുകയാ, നീയൊക്കെ എൻ്റെ മുമ്പിൽ വരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് റഹ്മാനായ അല്ലാഹ്. എന്തൊക്കെ വൃത്തികേടുകൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ. അല്ലാഹു ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. നമുക്ക് തന്നെ തോന്നുകയാ, എന്തായി കാണിക്കണേ, എന്തേ അള്ളാഹയെക്കുറിച്ചുള്ള പേടിയൊന്നും ഇല്ലാതെ പോയില്ലേ എന്ന് ചിന്തിക്കുന്നൊരു കാലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3, ഒരായത്തൂടെ പഠിച്ചൂടെ? ഒരായത്തൂടെ പഠിച്ചൂടെ? അല്ല, എന്താ ഇപ്പോൾ ഒരു പിണക്കമുള്ളതുപോലെ? ഒരായത്തൂടെ പഠിച്ചൂടെ? ഇൻഷാ അല്ലാഹ്. നാളെ ആരാപ്പോൾ പോയത്? നാളെ നൗഷാദ് വാക്കവി ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഉണ്ടാവുമോ? പള്ളിക്കുടിയിലാണെങ്കിലും അല്ലേ, നമ്മുടെ മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അല്ലാഹു അലം. പടച്ചവൻ ഇവിടെ കണ്ടല്ലേ, ഈ കണ്ണൂരെങ്ങാണ്ടല്ലേ ഒരു ഗർഭിണിയായ പെണ്ണ് വണ്ടി പോകുമ്പോൾ തീ പിടിച്ചത് അല്ലേ? അല്ലാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുവോ നമ്മളൊക്കെ? നമ്മളൊക്കെ മരിക്കുമെന്ന് വിശ്വാസമുണ്ടോ? സമയത്താതെ മരിക്കാൻ പറ്റുമോ? വാക്ക മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴരുത്, ഒന്ന് കൈപൊക്കിക്കേ. മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വാപ്പ, നീ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കിക്കൊള്ളും, അതുറപ്പാ. അല്ലാഹുവേ, എല്ലാവരും ചെന്നിട്ട് എന്തേ നന്നാകാത്തെ?
എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എന്നിട്ട് നന്നാകാൻ പറ്റണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സമയമായില്ല ഉസ്താദേ, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരക രോഗമൊന്നുമില്ലല്ലോ, ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുമെന്നുള്ള നമ്മുടെ ആ ഒരു പ്രതീക്ഷ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളമുണ്ടോ? നിങ്ങളെന്താ പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞ പോലെ ഇരിക്കണേ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ടോ താത്താമാരെ? ആരാ പറഞ്ഞ ഇല്ലെന്ന്? ഞാൻ പറഞ്ഞു തരാം. മരണത്തിന് അടയാളം എന്ന് ഇനി മേലാ പറഞ്ഞേക്കരുത്. മരണത്തിന് അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര എണ്ണം വേണം? എത്ര അടയാളം വേണം? ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. അടയാളം വന്നാൽ കഫൻ തുണി വാങ്ങോ? അടയാളം വന്നാൽ കഫൻ തുണി വാങ്ങോ? അടയാളം വന്നാൽ വാങ്ങണം. പാനൂർ ടൗണിൽ പോയിട്ട് ഫർദ വാങ്ങരുത്, നല്ല കഫൻ തുണി വാങ്ങണം കേട്ടോ. പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം, കടം വീട്ടാനുള്ളവരൊക്കെ കടം വീട്ടിക്കൊണം, യാത്ര പറയാനുള്ളവരൊക്കെ യാത്ര പറഞ്ഞോണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം റെഡിയല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. പെണ്ണുങ്ങളിൽ അധികം പേരും കൈവക്കിയില്ല. കാരണം ഒരു രോമമല്ല നരച്ച, മൊത്തം നരച്ചു അല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായിക്കോ, കഫൻ തുണി വാങ്ങിച്ചോ, യാത്ര പറഞ്ഞ് പൊരുത്തം ചോദിച്ച് തൗബ ചെയ്ത് കാത്തിരുന്ന സമയം അടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മുടി നരച്ചിട്ടുണ്ടോ? റെഡിയായിക്കോ. നിന്റെ ഒരു മുടിയല്ല, നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. മൊത്തം വെളുത്തിരിക്കുക, ക്ലീൻ ഷേവ് ചെയ്തിട്ട് കിടക്കാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോൾ റൗള ഷരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ആ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം ഇയാളുടെ ജോലി? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ, ഉമറെ നീ മരിക്കും കേട്ടോ, ഉമറെ നീ മരിച്ചു പോകേണ്ടവനാ, ഉമറെ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തി. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ആ മനുഷ്യനെ പിരിച്ചുവിട്ടു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയം ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ എന്നെ പിരിച്ചുവിടണ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. അടയാളം വന്നു, ഇനി ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എൻ്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ, ഞാൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ട. അടയാളം വന്നു, എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ബാപ്പാ, മൈലാഞ്ചി ഇട്ടാലും പെയിന്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും അടയാളവാ. നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, നേരെ അയക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി മേലാ പറഞ്ഞേക്കരുത് അടയാളമൊന്നുമില്ലെന്ന്. എല്ലാവർക്കും തീരുമാനമായിട്ടുണ്ട്. ഈ വഅദ് കേൾക്കാൻ വന്ന 100-ൽ 75% പേർക്കും തീരുമാനമായി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബാക്കി 25 ചിരിക്കണ്ട. മുടി നരയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. മുടി നരയ്ക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ ചിലരിലെ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ കിടന്ന് തുള്ളുക. എന്തിനടാ ചങ്ങാതി തുള്ളണേ? എടാ നീ എന്തിനാ തുള്ളുന്നേ? മരണം വരുന്നതിന് മുമ്പ് എത്ര അടയാളം നിനക്ക് വന്നു? 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന കൈ പൊക്കിക്ക്. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ. അത്ര ബാക്കി പൊക്കണില്ല, നീ പൊക്കണ്ട പാപ്പ, അവിടെ തന്നെ ഇരുന്നു. ചിലതിന് പ്രായം മറയ്ക്കാൻ 40 വയസ്സ് കഴിഞ്ഞവർ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ചെറുപ്പക്കാരെ കുറിച്ചാണ് വഅദ് പറയുന്നത്. ഞാൻ 40 വയസ്സ് കഴിഞ്ഞവരോട് ഒരു വഅദ് പറയുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു വിഷയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ കേൾക്കണം കേട്ടാ. 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം കേൾക്കാനൊരു വയല്. 40 വയസ്സ് കഴിഞ്ഞിങ്ങനെ നെളിഞ്ഞു കിടക്കണ ചില കാക്കാമാരുണ്ട്, താത്താമാരില്ലേ, നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു വയല് ഇൻഷാ അല്ലാഹ്. താമസിക്കാതെ എവിടെങ്കിലും പറയും. ലൈവൊക്കെ വരുമ്പോൾ കേൾക്കണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരായത്തൂടെ പഠിച്ചൂടെ? അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു പറയുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഖുർആനിനെ കളിയാക്കുന്നവര്, ഖുർആനിനെ പരിഗണിക്കാത്തവര്, നിസാരമായി കാണുന്നവര്. അല്ലാഹു പറയുകയാണ് വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു സുഖമാണോ? നിങ്ങൾ പല ഉത്തരം പറഞ്ഞു. എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് ജീവിതം? ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാം പോയി ഉസ്താദേ. ഏത് കച്ചവടക്കാരനോട് ചോദിച്ചാലും എങ്ങനെയുണ്ട്? ആകെ തകർന്നു ഉസ്താദേ, എല്ലാം പ്രയാസം, എല്ലാം പോയി, കൊറോണ കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളൂ? നിന്റെ അടുത്ത കടക്കാരനെ പിടിച്ചില്ലേ? ആരാ പറഞ്ഞത് കൊറോണ എന്താ പിടിച്ചോടെ നിന്നെ? എടോ, കൊറോണ ഉണ്ടായിട്ട് എത്രയോ പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടോ, നീ പറയേണ്ടത് ഉസ്താദെ സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി തകർന്നു, മാനസികമായി തകർന്നു. നീ തകർന്നു, നീ ഞെരുക്കവായിപ്പോ. നിന്റെ ജീവിതം അല്ലാഹു ഞെരുക്കമാക്കി കളഞ്ഞു, നിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അല്ല പറയുകയാ, എന്റെ കലാമിനെ നീ കളിയാക്കിയത് കൊണ്ട്. അല്ലാഹു പറയുന്നു വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻക. നിന്നെ ഞാൻ മുടൂലട ചങ്ങാതി, നിന്നെ സൂഖിക്കാൻ പെടണോ ഞാൻ? നീ എന്റെ ഖുർആനിനെ അനുസാരമാക്കിയേ, എന്റെ പരിശുദ്ധമായ കലാമിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോൾ നിന്നെയൊക്കെ ഞാൻ ഇടുക്കമാക്കി ഞെരുക്കും പടച്ചവൻ. നീ തന്നെ പറയും മരിച്ചാ മതി പടച്ചവനെ. സമ്പത്തുണ്ട്, കൊട്ടാരമുണ്ട്, ആളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതി, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ഉസ്താദെ, ജീവിതം മടുത്തു. ഇത് അല്ല നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇടാൻ തുണിയുണ്ട്, സ്വർണമുണ്ട്, വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ നീ ഉരുകയല്ലേ പെങ്ങളെ? നീ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ച കാലമുണ്ടോ? നീ തന്നെ ചോദിക്കുന്നില്ലേ, ഇതെന്ത് ജീവിതമല്ല, ഇത് എന്ന് തീരുമല്ല? ഇത് ശിക്ഷയാ മോളെ നിനക്ക്. ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവനെ അല്ലാഹു ഞെരുക്കമാക്കും, തകർക്കവനെ. അവൻ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹുവിനെ തകർത്ത് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ് വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നിന്റെ ദുനിയാവിൽ അല്ലാഹു ഇടുക്കമാക്കുകയാണ്. നീ വിചാരിക്കുന്നു മരിച്ചാ തീരുമെന്ന് നീ കരുതിയെങ്കിലോ അല്ലാഹു പറയുകയായില്ല. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. 3 കഷ്ടം വെള്ള തുണിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഒരുക്കിയ നീയോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബി ലിമ ഹശറതനി അമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, എനിക്ക് കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞും ഇങ്ങനെ നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുകയാ, എന്തു പറ്റി പടച്ചവന്? ദുനിയാവിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ഇന്നെനിക്കെന്തു പറ്റിയല്ലാ? അല്ലാഹു പറയുകയാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു പറയുകയാണ്, എന്റെ പരിശുദ്ധമായ കലാമ നിന്റെ മുമ്പിൽ ഓതിയപ്പോ നീ പൊട്ടം കളിച്ചവനല്ലോ, നീ കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലോ, ഖുർആനിനെ കളിയാക്കിയവനല്ലോ, ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് പറഞ്ഞു തന്നപ്പോ
മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും ഒക്കെ പറഞ്ഞപ്പോ നീയൊക്കെ കാണാത്തവരെ പോലെ നടന്നില്ലേ? പടച്ചവനെ ഭൂകമ്പമുണ്ടാക്കി, സുനാമി ഉണ്ടാക്കി, ഉരുൾപൊട്ടലുണ്ടാക്കി, വെള്ളപ്പൊക്കമുണ്ടാക്കി, ഇതെല്ലാം കാണിച്ച റബ്ബ് തന്നിട്ടും നന്നാകാ പറഞ്ഞപ്പോ നീയൊക്കെ നന്നാകാതെ നടന്നില്ലേ പെണ്ണ്? എത്ര വലിയ കൊലകൊമ്പനെയും ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയല്ലോ. മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞല്ലോ. എന്നിട്ടും നിനക്കും നാം കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിച്ചില്ലല്ലോ, ചെവി കൊണ്ട് കേട്ടിട്ട് നീ ചിന്തിച്ചില്ലല്ലോ, നിസാരമാക്കിയല്ലോ. കലാമായ അള്ളാഹുവിന്റെ ഖുർആനെ നിസാരമാക്കിയപ്പോ അള്ളാഹു പറയുകയാ, ഇന്ന് പരലോകത്തും നിന്നെ എങ്ങനെയാക്കിയിരിക്കുകയാണ്, നിന്നെ നാണം കെടുത്തുകയാണ്. അള്ളാഹു പറയുകയാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. പടച്ചവനെ, നിന്റെ ദുനിയാവും കണ്ണീരാട്, നിന്റെ ആഖിറവും കണ്ണീരാട്. നിന്റെ ദുനിയാവും നാശമാണ്, നിന്റെ പരലോകം നരകമാണ്. നിന്നെ തകർക്കുമണാ ചെറുപ്പക്കാരാ. അള്ളാന്റെ ഖുർആനിനെ ബഹുമാനിക്ക്, അള്ളാഹുവിന്റെ ഖുർആനിനെ ആദരിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കെന്തെന്നറിയോ? കേൾക്കാമെന്നവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഒരുപാട് ആളുകൂടുന്ന മജ്‌ലിസാണല്ലോ, അവസാനം ദുആ ചെയ്യുമല്ലോ. അതെ, എല്ലാവർക്കും വേണ്ടതെന്തെന്നറിയോ? സമാധാനമാ, സമാധാനമാ. സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, റഹ്മത്തില്ല, കണ്ണീരാണ്, പരസ്പരം തമ്മിലടിയാണ്. സമാധാനമില്ലാതെ വീടുള്ളവനും പണമുള്ളവനും പറയുകയാ, പടച്ചവനെ മരിച്ചാ മതി റബ്ബേ. ഇതെന്ത് ജീവിതമാ അല്ലാ, ഇതെന്ത് ജീവിതമാ അല്ലാ. കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? പടച്ചവനെ, അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കണോ? എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത്? വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നിന്റെ വീടിനകത്ത് സമാധാനമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമാധാനമില്ല നമുക്ക്. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ, അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. എവിടുന്ന് കിട്ടും ഈ സമാധാനം? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? എവിടെങ്കിലും കിട്ടുമോ സമാധാനം? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണോ? അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? സൗന്ദര്യം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? അല്ലടോ. സമാധാനം, സമാധാനം അല്ല ചെയ്യുന്ന ഒരു നിഅമത്താണ്. അത് ചിലപ്പോൾ നിനക്ക് കിട്ടൂല, പാപങ്ങൾക്ക് കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. ഒരാളുടെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. നീ ഊട്ടി പോയാലും, കൊടൈക്കനാൽ പോയാലും, മൈസൂർ പോയാലും, ഗോവയിൽ പോയാലും, മക്കത്ത് പോയാലും, വിദേശത്ത് പോയാലും നീ എന്തേ പറയുന്നേ? വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ, സമാധാനം കിട്ടുമല്ലോ അല്ലാ. എല്ലാവരും പറയുന്നൊരു വാക്കാ വീട്. വീടെത്തിയ സമാധാനം. എടോ, വീടെന്ന് പറഞ്ഞ സമാധാനം തരും ഖുർആൻ. ഉണ്ടോ സമാധാനം? ഉണ്ടോ സമാധാനം? ഇല്ല. രണ്ട്, ഇങ്ങോട്ട് നോക്ക്. രണ്ട്, അള്ളാഹു പറയുകയാ, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ച എന്ത് കിട്ടും? എന്ത് കിട്ടും? മക്കളെ, നിങ്ങളും ഉണ്ടാതിരിട, കെട്ടിയവര് പറയട്ടെ. എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? പെങ്ങന്മാരെ, എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഉണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ സിറാജെ, ഞാൻ എങ്ങനെ നടന്നതാ, ഈ മനുഷ്യ എന്ന് കെട്ടിയോ അല്ലേ? അള്ളാഹു നമ്മുടെ ഇണകളെ സ്വർഗത്തിൽ ഇണകളാക്കി തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ ഭാര്യയാക്കി തരുമാറാകട്ടെ. വേണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ ഓർത്തോ, ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണ്ടവര് കൈവക്കാൻ പറഞ്ഞപ്പോൾ പ്രായമുള്ള വാപ്പ പോലും പൊക്കിയിട്ടില്ല. കാരണം എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലും ഉണ്ടോ സിറാജ്? സ്വർഗത്തിലുണ്ടോന്നാ ചിന്തിക്കണത്, ഇവിടെ തന്നെ പറ്റണില്ല. ദുനിയാവിലെ ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള താത്താമാരൊക്കെ കൈവക്കിക്കും.
അരക്കൈ ഉണ്ട് കേട്ടാ, അയറാഫിൽ പെടാനായിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാണ്, അത് നിന്റെ പോരായ്മയാ. ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റൂല. അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അതിൻ്റെ കാരണം എന്താണെന്ന് പോയി പഠിക്കും. സീരിയലും സിനിമയിലും കാണുന്നതല്ല ജീവിതം. ജീവിതമെന്ന് പറഞ്ഞാൽ അത് നബിതങ്ങളുടെ കുടുംബജീവിതം വായിച്ചു പഠിക്ക്, എന്നിട്ട് ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കണ്ടാടിയ രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടക്കുന്നുണ്ട്, പക്ഷെ രണ്ടും മനസ്സാണ്. എന്താണെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടുപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞ അത്താന്മാരെ, ഇതുങ്ങളൊക്കെ ഒന്ന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അള്ളാഹു ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഒന്നും പറയണില്ല, പെണ്ണുങ്ങളെ ഇന്നൊന്നും പറയരുതെന്ന് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്ന് പറയണ്ടേ, എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്നറിയും? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ കിടക്കുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുമ്മാ നടന്നാൽ പോരാ, വാപ്പ ഭാര്യയാണ് എന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറയാം. ഈ ആണുങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം. എല്ലാ ആണുങ്ങളുടെ ഒരു പരാതിയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല ഉസ്താദ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഉസ്താദ്. ഒരു പരാതിയല്ലേ? ഞാൻ വരച്ച വരയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നീ ഇടയ്ക്കിടയ്ക്ക് ആ വരയിൽ കയറി നിന്നോ, അല്ലാതെ അവർ കയറി നിൽക്കില്ല. ആദ്യം നീ അത് പഠിക്കുക. അള്ളാഹു ഭാഗ്യത്തിനും മാറാകട്ടെ. ഉറക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓള് കയറി നിൽക്കുമെന്ന് നീ കരുതണ്ട, നീ വേണമെങ്കിൽ നിന്നോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരെ കളിയാക്കിയതൊന്നുമല്ല. അള്ളാഹ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു വളഞ്ഞ എല്ലിൽ നിന്നാണ്. കൂടുതൽ വളച്ചാലും പ്രശ്നമാണ്, നൂക്കാൻ പോയാലും പ്രശ്നമാണ്. വളയ്ക്കാൻ വേണ്ട, നൂക്കാൻ വേണ്ട, ഇടയിലൂടെ ഇങ്ങനെ പോയാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? അധികം ഭർത്താക്കന്മാരും പറയുന്ന ഉസ്താദ് എൻ്റെ ഉമ്മാനെ നോക്കണില്ല, എൻ്റെ വാപ്പാനെ നോക്കണില്ല, എനിക്ക് എൻ്റെ മക്കിങ്ങനെ പരാതി പറയുന്നവരുണ്ടല്ലോ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഒരിക്കൽ വീട്ടിൽ കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ യുദ്ധമെങ്ങാണ്ട കഴിഞ്ഞിട്ട് വരിക. നബി വലിയ പ്രയാസത്തിൽ വരിക. വലിയ പ്രയാസത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി വാതിലിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഈ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഓ സുബ്ഹാനല്ലാഹ്, നീ പാനൂരോ കൂത്തുപറമ്പോ കണ്ണൂരോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് നിന്റെ കാര്യം നടക്കാതെ വളരെ പ്രയാസപ്പെട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ വാതിലിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഇക്ക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് നിങ്ങളെ ഭാര്യ ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.